അള്ളാഹുവിന്റെ ഹബീബെ അവിടെ എന്തിനാ കരയുന്നത്? ആരംഭപ്പൂവായ മദീനയുടെ രാജകുമാരന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോ അള്ളാന്റെ റസൂല് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്മാൻ, ഞാൻ പള്ളിയിലേക്ക് പോകുന്ന വഴിയില് 2 പാവപ്പെട്ട യതീമക്കളെ കണ്ട ഉസ്മാൻ. ആ മക്കളെ സഹായിക്കാൻ ആരുമില്ല ഉസ്മാൻ, അവരെ സംരക്ഷിക്കാൻ ആരുമില്ല ഉസ്മാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ആരുമില്ല ഉസ്മാൻ. പാപ്പയില്ലാത്ത മക്കളാണവര്. ആ 2 പ്രിയപ്പെട്ട മക്കള് വീടിന്റെ അകത്തിരിക്കുമ്പോൾ ആ വീടിന്റെ പുറത്ത് താമസിക്കുന്നത് മുനാഫിഖാന മനുഷ്യനാണ്. ആ മുനാഫിഖാന മനുഷ്യന്റെ വീട്ടില് മനോഹരമായ ഈന്തപ്പഴം ഇങ്ങനെ പഴുത്തു നിൽക്കുന്നുണ്ട്. ഉസ്മാൻ, ആ പഴുത്തു നിൽക്കുന്ന ഈന്തപ്പഴത്തിന്റെ പഴങ്ങൾ ഇങ്ങനെ ആ വീട്ടുകാര് അടർത്തിയെടുക്കുമ്പോ ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന മദീനത്തെ എന്റെ പാവപ്പെട്ട അനാഥ മക്കള് ആ വീടിന്റെ നടയിൽ ഇറങ്ങി കൊണ്ടുവന്ന് പൊട്ടിക്കരയുമായിരുന്നു ഉസ്മാൻ. അതുകൊണ്ട് ആ മക്കൾക്ക് ആ ഈന്തപ്പനത്തോട്ടം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മുനാഫിഖാന മനുഷ്യന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നിട്ട് ആ മനുഷ്യനോട് ഞാൻ ഈന്തപ്പനത്തോട്ടത്തിന് വിലപേശി ഉസ്മാൻ. അള്ളാന്റെ റസൂല് പറയുന്നു, ഉസ്മാനെ, ആ മുനാഫിഖാന മനുഷ്യനോട് ഈന്തപ്പനത്തോട്ടം പാവപ്പെട്ട അനാഥ മക്കൾക്ക് കൊടുക്കാൻ എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, എത്ര രൂപയാണെങ്കിൽ തരുമെന്ന് ഞാൻ ചോദിച്ചപ്പോ മുനാഫിഖാന മനുഷ്യനറിയാം എത്ര രൂപ പറഞ്ഞാലും അല്ലാഹുവിന്റെ റസൂൽ അത് വാങ്ങുമെന്ന്. മനസ്സിലായ മുനാഫിഖാന മനുഷ്യൻ പറഞ്ഞത് 100 ഈന്തപ്പനത്തോട്ടത്തിന്റെ വിലയാണ്. ആ മദീനയിൽ ഈന്തപ്പനത്തിന് എത്ര വില വരുമോ അതിന്റെ 100 ഇരട്ടി വില ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് തിരിച്ചു വരികയാ. എന്തിനാ കരഞ്ഞരെന്നറിയോ? അല്ലാഹുവേ, മദീനയുടെ പരിസരത്ത് കണ്ട പാവപ്പെട്ട അനാഥ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ, ആ പാവപ്പെട്ട അനാഥ മക്കൾക്ക് ഒരു ഈന്തപ്പഴം വാങ്ങിക്കൊടുക്കാനുള്ള കഴിവില്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞപ്പോ റസൂലുള്ളാഹിയുടെ കൈപിടിച്ചു മുത്തം കൊടുത്തുകൊണ്ട് മദീനയുടെ രാജകുമാരന്റെ കൂടെ കിടന്നുറങ്ങാനുള്ള ഭാഗ്യം ലഭിച്ച ഇസ്ലാമിന്റെ 3ാമത്തെ ചക്രവർത്തിയാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. കരഞ്ഞുകൊണ്ട് പറയുന്ന നബിയേ, 100 ഈന്തപ്പനത്തോട്ടത്തിന്റെ എല്ലാ 1000 ഈന്തപ്പനത്തോട്ടത്തിന്റെ വില ചോദിച്ചാലും ആ ഈന്തപ്പനത്തോട്ടം ഇന്ന് തന്നെ ഞാൻ വാങ്ങിയിട്ട് അനാഥ മക്കൾക്ക് കൊടുത്തുകൊള്ളാം. അല്ലാഹുവിന്റെ റസൂലേ, 100 യതീമക്കൾക്ക് 100 ഈന്തപ്പനത്തോട്ടത്തിന്റെ വിലയല്ല, 1000 ഈന്തപ്പനത്തോട്ടത്തിന്റെ വിലയാണ് അയാൾ ചോദിക്കുന്നതെങ്കിലും ഈ ഉസ്മാൻ കൊടുത്തിട്ട് ആ ഈന്തപ്പനത്തോട്ടം വാങ്ങി പാവപ്പെട്ട അനാഥ മക്കൾക്ക് കൊടുക്കാം നബി എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉസ്മാനെ, അതിന് നിന്റെ കയ്യിൽ കാശ് എവിടുന്ന? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കണ്ണീരോടുകൂടി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് അല്ലാഹു പടച്ച തമ്പുരാൻ പണവും തന്നിട്ടുണ്ട്, അങ്ങയുടെ കൂടെ നടന്ന് അറിവും ബോധവും എനിക്ക് തന്നിട്ടുണ്ട്, പണത്തിന് എനിക്ക് കുറവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞെങ്കിൽ 1ാമത്തെ ഉപമ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ അല്ലാഹു നേരത്തെ ഇഷ്ടപ്പെട്ടവരാ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേര് അർശിന് താഴെ എഴുതപ്പെട്ടിരിക്കുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേര് സ്വർഗ്ഗത്തിൽ ഞാൻ കണ്ടുപോയെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ. എന്തുകൊണ്ടാണ്? അല്ലാഹു കൊടുത്ത പണം എന്തിനു വേണ്ടി ചിലവഴിക്കണമെന്ന അറിവോടുകൂടി ചിലവഴിച്ചത് കൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു പവർ കൊടുത്തതാ, പരലോകത്തുന്നതമായ വിജയം കൊടുത്തതാ. 2ാമത്തെ വിഭാഗമാരാ? പണം അല്ലാഹു കൊടുത്തിട്ടില്ല, അറിവ് മാത്രമേ അല്ലാഹു കൊടുത്തിട്ടുള്ളൂ, പണമില്ല. 2ാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടാനാണ് എല്ലാവർക്കും ഉത്സാഹം. ഉസ്താദേ, എൻ്റെ കയ്യിൽ കാശ് ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, അടുത്ത വർഷം ഹദ്ദാദ് നഗറിൽ 10 യതീമക്കളെ 10 പാവപ്പെട്ട മക്കളെ നിക്കാഹ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പിരിവിനിറങ്ങേണ്ടി വരില്ല. 10നും കാശ് ഈ ഹദ്ദാദ് നഗറിലുള്ള ഞാൻ തന്നെ കൊടുക്കുമായിരുന്നു എന്ന് പറയും. പക്ഷേ കാശ് കൊടുക്കുമ്പോൾ ഓന്റെ സ്വഭാവം മാറുന്നത് ഓന്തിന്റെ നിറം മാതനമായിരിക്കുക. അല്ലാഹ് കാക്കട്ടെ. കാശ് വരാത്തത് കൊണ്ട് നമ്മൾ പറഞ്ഞതാ. അപ്പൊ ഈ റോഡിലൂടെ നടന്നു പോയാൽ 1000ന്റെ നോട്ട് വഴിയിൽ കിടന്നാൽ
മുകേഷ് അംബാനിയാണ് കാണുന്നതെങ്കിലും എടുത്ത് പോക്കറ്റിൽ വെച്ചുകൊണ്ട് പോകും, കളഞ്ഞിട്ട് പോവില്ല. പൈസ അതാണ്, പൈസയുടെ വിഷയം അതാണ് പ്രിയപ്പെട്ടവരെ. ഞാനും നിങ്ങളും പെട്ടുപോയിരിക്കുന്നത് ആ വിഷയത്തിലല്ലേ? മനുഷ്യന്റെ പോക്കറ്റിൽ തൊട്ട് കളിച്ചാൽ അവന്റെ സ്വഭാവം അറിയാമെന്ന് ലോകത്തോട് പഠിപ്പിച്ച പ്രവാചകന്റെ അണികളായ ഞാനും നിങ്ങളും ചിന്തിച്ചു നോക്കുക. ഈ കസേരകൾ ഇരിക്കുന്നവരിൽ ഏറ്റവും കൂടുതലും ആരാ? പാവപ്പെട്ടവരാണ്, സാധുക്കളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കേ, എന്റെ പ്രസംഗ ഡേറ്റ് എഴുതുന്ന ഡയറിയിൽ കാസർഗോഡ് ജില്ലയിൽ 9 പേരുടെ നമ്പര് ഞാൻ പ്രത്യേകിച്ച് എഴുതിയിട്ടിട്ടുണ്ട്. ആ 9 പേരും കൂലിവേലക്കാരും പാവപ്പെട്ടവരും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുമാണ്. നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ടല്ലോ, ഉസ്താദ് ബാക്കവി കാശുകാരൻ പ്രസംഗത്തിന് വിളിക്കുമ്പോഴേ വരുള്ളൂ, ഫ്ലൈറ്റ് ഇറക്കി കൊടുത്താലേ വരുള്ളൂ, 1.5 ലക്ഷം ഓഫർ ചെയ്താലേ വരുള്ളൂ. അതൊക്കെ എന്നെ കുറിച്ച് പറയുന്നവന് നാവ് പുഴുത്തു പോകും. അള്ളാഹു കാത്തിരിക്കട്ടെ. കാരണം എന്തെന്നറിയോ? ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചവനാ എന്റെ പ്രിയപ്പെട്ടവരെ. 15-ാമത്തെ വയസ്സിൽ പ്രഭാഷണത്തിന് വേണ്ടി സ്റ്റേജിൽ കയറി നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പ പട്ടിണി കിടക്കുന്ന എനിക്ക് വേണ്ടി കഴിക്കാൻ നമ്മുടെ നാട്ടിലുള്ള ചക്കയുടെ ചൊള ചൂടാക്കി പാചകം ചെയ്തിട്ട് പ്രസംഗത്തിന് ശേഷം വീട്ടിൽ പോയി കഴിച്ചവനാ ഞാൻ. പക്ഷേ വന്ന വഴി മറക്കാൻ ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട ഇന്നും എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും കിടക്കുന്നൊരു ചെറ്റക്കൂടില്ല. ഞാൻ വീട് വെച്ചിട്ട് വിളിച്ചിട്ട് പോലും അവർ വരൂല, അതിൽ കിടക്കൂല. അവർക്ക് അതിൽ തന്നെ കിടന്ന് മരിക്കണം. അത് കാണുമ്പോൾ ഒരിക്കലും നമുക്കൊന്നും വന്ന വഴി മറക്കാൻ തോന്നൂല എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പണക്കാരെ സ്നേഹിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പണക്കാരെ സ്നേഹിച്ചോ, പള്ളി വെക്കാനും തീങ്കാന കെട്ടാനും പാവപ്പെട്ടവരെ കെട്ടിച്ചു വിടാനും ആവശ്യത്തിലധികം പണക്കാരെ സ്വാധീനിച്ചോ, ഇഷ്ടപ്പെട്ടോ. പക്ഷെ അള്ളാഹുവിന്റെ ദീനിനെ പണക്കാരുടെ മുഖം നോക്കി കച്ചവടം ചെയ്യുന്നവൻ ദുനിയാവിൽ വെച്ച് തന്നെ നരകയാതന അനുഭവിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് 2ാമത്തെ വിഭാഗം അറിവ് മാത്രമുള്ളവരാണ്, പണമില്ല, അവർക്ക് സമ്പത്തില്ല, അറിവ് മാത്രമുള്ളവരാണ്. അവരാരാണെന്ന് ചോദിച്ചാൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരും പറയും, ഉസ്താദേ അവര് നമ്മളാണ്, നമുക്ക് അറിവ് മാത്രമാണുള്ളത്, പണമില്ല എന്ന് പറയുന്ന സഹോദര, ഈ 2ാമത്തെ വിഭാഗത്തിനൊരു ഗുണം കൂടി അല്ലാഹു പറയുന്നുണ്ട്. 2ാമത്തെ വിഭാഗത്തിന് ഒരു ഗുണം കൂടി അല്ലാഹു പറയുന്നുണ്ട്. എന്താണെന്നറിയോ ആ ഗുണം? അറിവ് മാത്രമേ ഉള്ളൂ, സമ്പത്തില്ല. എങ്കിലും അവന്റെ ധാരണ എന്തെന്നറിയോ? എനിക്ക് സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിനുള്ള തുക ഞാൻ കൊടുക്കുമായിരുന്നു, 1 പവൻ ഞാൻ വാങ്ങിക്കൊടുക്കുമായിരുന്നു, 1 ഓട്ടോ ഞാൻ കൊടുക്കുമായിരുന്നു. ഈ സരസിലിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊള്ളുന്ന പാവപ്പെട്ട ഹദ്ദാദ് നഗരത്ത് അടിച്ചുകൂടിയ ആയിരക്കണക്കാന സഹോദരിമാർ പാവപ്പെട്ട പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് കയ്യിലും കാതിലും കഴുത്തിലും കാലിലും കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഊരിയെറിയുമ്പോ അടുത്തിരുന്നു കൊണ്ട് കുപ്പിവള ധരിച്ചിരിക്കുന്ന സ്കാരത്തഴമ്പുള്ള പാവപ്പെട്ട കാസർഗോഡ് ജില്ലയിലെ ഹദ്ദാദ് നഗറിലെ പെങ്ങളിരുന്നു കൊണ്ട് ചിന്തിക്കുകയാ, അല്ലാഹുവേ എന്റെ വിരലിൽ ഒരു മോതിരമുണ്ടായിരുന്നെങ്കിൽ, എന്റെ കാതിലൊരു കമ്മലുണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ കൊടുക്കുമായിരുന്നു എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന പെണ്ണേ. 1ാമത്തെ വിഭാഗത്തിന് അല്ലാഹുവിന്റെ പൊരുത്തമുള്ളതുപോലെ 2ാമത്തെ വിഭാഗമായ നിനക്കും അല്ലാഹുവിന്റെ പൊരുത്തമുണ്ട്. 1ാമത്തെ വിഭാഗം അറിവുള്ളതുപോലെ പണം ചിലവഴിക്കുന്നു, 2ാമത്തെ വിഭാഗത്തിന് പണമില്ല, അറിവ് മാത്രമേ ഉള്ളൂ. എങ്കിലും മനസ്സിലെ ചിന്ത എന്താ? ഉണ്ടായിരുന്നെങ്കിൽ, കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോ 2 പേരും ഒരേ മർത്തബയില്ല. ഈ 2ാമത്തെ വിഭാഗത്തിന്റെ ഉദാഹരണമാരാ? ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഈറ്റപ്പുലി എന്ന് ലോകം തലകുലിക്ക് സമ്മതിച്ച കൂഫയുടെ മണ്ണിൽ കിടക്കുന്ന രാജകുമാരന്റെ ഏറ്റവും വലിയ ഉറ്റതോടനാര അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവാണ്. പണ്ടവൻ തന്നോട് ദീനിനുൾക്കൊണ്ട് നിന്തുള്ളോരാദരധീരരെ
മക്കാമണൽ തട്ടിന്തിക്കൊക്കെ ഞെട്ടിച്ച അക്കരിഞ്ഞലി ഹൈദർ ശൂരരേ. ബഹുമാനപ്പെട്ട അലി ഹൈദർ കറാർ അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെയും പേര് പറയുമ്പോ പുളകം കൊള്ളുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, തിരുനബിയുടെ വസിയത്തും വഫാത്തും എന്ന കാസറ്റ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഈ വിനീതന്റെ പ്രഭാഷണത്തിൽ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ലയുടെ പവലിൽ ഞാൻ പ്രഭാഷണം നടത്തിയ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭാഗമാണ്. സുബ്ഹാനല്ലാഹ്, ആ ഫാത്തിമയുടെ മണിമാരനാണ് അലി റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു പണം കൊടുത്തിരുന്നില്ല, അല്ലാഹു പവർ കൊടുത്തിരുന്നില്ല, അല്ലാഹു വലിയ കൊട്ടാരം കൊടുത്തിരുന്നില്ല, അല്ലാഹു ആഡംബരം കൊടുത്തിരുന്നില്ല. അലി റളിയല്ലാഹു അൻഹു പട്ടിണിയായിരുന്നു. പ്രവാചകനെയും കൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമയോട് വന്ന് പറയുന്നു, ഫാത്തിമ, എന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ എന്റെ ഈ ചെറ്റക്കൂരയ്ക്കകത്ത് വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ ഫാത്തിമ, അതിനുള്ള പണം എനിക്കില്ലല്ലോ ഫാത്തിമ. പണമുണ്ടായിരുന്നെങ്കിൽ, അതിനുള്ള സാമ്പത്തികമുണ്ടായിരുന്നെങ്കിൽ എന്റെ ഹബീബിനെ വിളിച്ചുകൊണ്ട് എന്റെ ഈ വീട്ടിന്റെ അകത്തിരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കാൻ ഞാൻ ഒരുങ്ങുമായിരുന്നു എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാ. ഇത് രണ്ടാമത്തെ വിഭാഗമാണ്. പണമില്ല, അറിവ് മാത്രമേ ഉള്ളൂ. എങ്ങനെ ചെലവഴിക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊക്കെ അറിയാം, പക്ഷേ സമ്പത്തില്ല. അല്ലാഹു തആല ആ വിഭാഗത്തിലെങ്കിലും ഉൾപ്പെടാനുള്ള തൗഫീക്ക് തരട്ടെ. മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? അറിവില്ല, സമ്പത്ത് മാത്രമേ ഉള്ളൂ. പകുതി ഒഴിക്കണം, പകുതി. കബീർ ഉസ്താദിന് വലിയ വയറാണ്, അതുകൊണ്ട് നീ നിറച്ചൊഴിച്ചു കൊടുത്ത് ശീലിച്ച പോലെ എനിക്ക് നിറച്ചൊഴി, എനിക്ക് പകുതി ഒഴിച്ച. എല്ലാ സ്റ്റേജിലും കബീർ ഉസ്താദ് എനിക്ക് പണി തന്നിട്ടാണ് പോണേ, അതുകൊണ്ട് ഇവിടെ കബീർ ഉസ്താദിന് പണി കൊടുത്തിട്ടാ ഞാൻ പോകും, ഉറപ്പാണ്. അപ്പോ മൂന്നാമത്തെ വിഭാഗം എന്നറിയോ? അറിവ് ഇല്ല, സമ്പത്ത് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ ചില ചെറുപ്പക്കാരെ പോലെ നിസ്കരിക്കാൻ വരുന്നില്ലേടെ, ഇൻഷാ അല്ലാഹ് വരണം, പോക്കറ്റിൽ 1000ന്റെ നോട്ട് ഇങ്ങനെ മടക്കി വെച്ചിരിക്കും. സമ്പത്ത് ശരിക്കുണ്ട്, അറിവും ബോധവുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാടിന് ശാപമാണ്. ജില്ലകളിൽ ഒരുപാട് സാമ്പത്തികം അല്ലാഹു കൊടുത്തിരിക്കുന്ന ജില്ല ഏതാ? പറയാൻ ഇച്ചിരി മടിയായിരിക്കും നിങ്ങൾക്ക്. ജില്ലകളിൽ സാമ്പത്തിക ഇച്ചിരി കൂടുതൽ കൊടുത്തിരുന്ന ജില്ല ഏതാ? പറയ്. കാസർഗോഡ് അഭിമാനത്തോടെ പറയ്, അൽഹംദുലില്ലാ മനസ്സിന്റെ അകത്ത് തട്ടിക്കെട്ട് പറയ്. പാവപ്പെട്ട ഹദ്ദാദ് നഗറിൽ 25-ാം തീയതി പാവപ്പെട്ട കണ്ണീര് കുടിക്കുന്ന 7 മക്കൾക്ക് സന്തോഷത്തിന്റെ താലിച്ചരട് കൊടുക്കാൻ കാസർഗോഡ് ജില്ലയുടെ ഹദ്ദാദ് നഗറിന്റെ സഹോദരങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അല്ല പണം തന്നു എന്ന് പറയാൻ ഒരുത്തനെയും പേടിക്കേണ്ട കാര്യമില്ല. അഭിമാനത്തോടെ പറഞ്ഞു, ആരെയാ പേടിക്കാം? അല്ല തന്ന പണം തന്നു എന്ന് തന്നെ പറയാം, തന്നു തന്നെ പറയാം. 1 പവൻ സ്വർണം വെച്ചൊക്കെ പലരും പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി ഓഫർ പറഞ്ഞു എന്നറിഞ്ഞു. അൽഹംദുലില്ലാ, അല്ലാഹു അവർക്ക് അടുത്ത വർഷമാകുമ്പോ 10 പവൻ കൊടുക്കാനുള്ള സാമ്പത്തിക ഭദ്രത ഈ വിപുലമായ സദസ്സിന്റെ പോരിശ കൊണ്ട് അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സിൽ തട്ടിയാണ് ഞാൻ ദുആ ചെയ്യുക, വെറുതെ അല്ല. അതൊക്കെ വേണം. അല്ലാഹു പണം കൊടുത്ത് അറിവ് കൊടുക്കുമ്പോഴേ എങ്ങനെ ചെലവഴിക്കാൻ തോന്നുന്നു. അറിവ് കൊടുക്കാതിരുന്നാ പറ്റൂല. അറിവില്ലാതിരുന്നാ നമ്മളെ നാച്ചേക്കോ. പണം മാത്രമുണ്ട്, അറിവില്ല. അങ്ങനെയാണെങ്കിൽ ആർക്ക് കൊടുത്തതുപോലെയാകും. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഖാ അലൈഹിം വആതൈനാഹു മിനൽ ഖുനൂസി മാ ഇന്ന മഫാതിഹു ലതനൂ ബിൽ ഉസ്ബതി ഉൽ ഖുവാ. 700 ഒട്ടകം ചുമന്നാലും തീരാത്ത ധനശേഖരണത്തിന്റെ താക്കോൽ കൂട്ടങ്ങളുമായി ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് ജീവിച്ച മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിലെ കാലഘട്ടത്തിൽ ജനിച്ച ഖാറൂൻ എന്ന് പറയുന്ന മനുഷ്യന്റെ കഥ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പഠിച്ചുപോയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അവൻ അല്ലാഹു പണം കൊടുത്തു, അവൻ
അവനല്ലാഹു വലിയ കൊട്ടാരം കൊടുത്തു, അവനല്ലാഹു വലിയ സുഖം കൊടുത്തു, അവനല്ലാഹു താരാട്ടുപാടാ തോടികളെ കൊടുത്തു, അവന്റെ കാല് ഞെക്കിക്കൊടുക്കാൻ തൊലിവെളുപ്പുള്ള തരണീമണികളെ കൊടുത്തു, അവന്റെ പാതിരാത്രി പകലാക്കി മാറ്റാ ചുണ്ടു ചുമന്ന തക്കാളിക്കവുള്ള കാശ് കൊടുത്ത് വാങ്ങുന്ന മദാമമാര് കാറൂനിന്റെ നെഞ്ചത്ത് കിടന്നുരുണ്ടു പോയെങ്കിൽ അവസാന കാറൂൻ അല്ലാഹു കൊടുത്ത പണിയെന്താ? വഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള്. ആ കാറൂനെയും കാറൂനിന്റെ കൊട്ടാരത്തെയും ഭൂമിയുടെ ഒരു ഭാഗം തുറന്നിട്ട് അതിന്റെ അകത്തേക്ക് അല്ലാഹു ഇടിച്ച് താഴ്ത്തിക്കളഞ്ഞെന്ന് പടച്ച റബ്ബിന്റെ ഖുർആന് പഠിപ്പിക്കുന്നു. ആ വിഭാഗത്തിലാകണമോ എന്റെ കാസർഗോഡ് ജില്ലക്കാരാ? അല്ലാഹു പണം മാത്രം തന്ന പേപ്പട്ടികളെ പോലെ, പോത്തുകളെ പോലെ, മൂരികളെ പോലെ തിന്നാനും കുടിക്കാനും സുഖിക്കാനും രസിക്കാനും കളിക്കാനും ചിരിക്കാനും ആഹ്ലാദിക്കാനും ആനന്ദിക്കാനും മാത്രം മൃഗങ്ങളെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവനായി മാത്രം അതപ്പതിക്കണമോ എന്റെ പ്രിയപ്പെട്ടവരെ? ഒരിക്കലും ആ വിഭാഗത്തിൽ ഞാനും നിങ്ങളും പെട്ടുപോകരുത്. എന്തിനാ അങ്ങനെ ഒരു ജീവിതം? എന്തിനാണ് അങ്ങനെ ഒരു ജീവിതം? സ്വർണ്ണമഞ്ചത്തിൽ കൊണ്ടുവന്നടക്കിയാലും പ്രിയമുള്ളവരെ, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ ശരീരത്തിന്റെ അവസ്ഥ പരിതാപകരമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് തീരുമാനമെടുക്കണം നമ്മൾ. അല്ലാഹു പണം തന്നെങ്കിൽ അറിവുണ്ടാക്കിയിട്ട് ആ പണം അതുപോലെ ചെലവഴിക്കണം. ഇല്ലാതെ കാറൂനിനെ പോലെ തിന്നാനും കുടിക്കാനും രസിക്കാനും സുഖിക്കാനും മാത്രം അള്ള തന്ന പണം വരുമ്പോഴാണല്ലോ മനുഷ്യന്റെ മനസ്സ് മാറുന്നത്. എത്രയോ സഹോദരി സഹോദരങ്ങൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടും. ഗൾഫുകാരന്റെ ഭാര്യയാണ് എന്ന് പേര് കിട്ടാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട സഹോദരിമാർ സാധാരണ ധരിച്ചുകൊണ്ടിരിക്കുന്ന ചെരുപ്പ് മാറ്റി ഐഹീറിന്റെ ചെരുപ്പാക്കും, മുടി സ്ട്രൈറ്റ് ചെയ്യും, പിന്നെന്താ പിരിയം പ്ലക്ക് ചെയ്യും. നമ്മുടെ നാട്ടിലേക്ക് അങ്ങനെ പറയാം, ഇവിടെ എന്താണെന്നറിയില്ല. പിരിയം ഇങ്ങനെ ക്ലീൻ ആക്കി എടുത്ത് വടിച്ചു കളഞ്ഞിട്ട് അവിടെ ഒരു മഷി പുരട്ടും, ഒരു പെയിന്റ്. ഇതൊക്കെ കാശ് വരുമ്പോ ചെയ്യണതാ. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഉസ്താദുമാർക്ക് കിട്ടുന്ന ശമ്പളം ബറക്കത്തുള്ളതാ. അത് എല്ലാ ജില്ലയിലും അങ്ങനെ തന്നെ, കാസർഗോഡ് മാത്രമല്ല. 2500 3000 കൂടുതൽ അങ്ങനെ കൊടുക്കലില്ലല്ലോ. അങ്ങനെ ഒരു ഭാഗ്യം അള്ള വേണ്ടി വെച്ച് വന്നിട്ടുണ്ട്. കേരളത്തിൽ ഒരു സ്ഥലത്തും അത്ര കൂടുതൽ കിട്ടലില്ല. പിന്നെ 4000 രൂപ 4500 രൂപ 100 രൂപ ഉസ്താദിന് കൂട്ടിയാൽ പിന്നെ സെക്രട്ടറി വന്നിട്ട് പറയും, ഇനി അടുത്ത വലിയ പെരുന്നാളിനെ കൂട്ടോളൂ കേട്ടോ എന്ന് പറയും. 100 രൂപ ഒരു വർഷത്തേക്ക് കൂട്ടിയതാ. അപ്പൊ ഈ പാവപ്പെട്ട ഉസ്താദ് ഇങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോ ഭാര്യ പറയണു, അപ്പുറത്തെ സുൽവത്ത് സ്കൂട്ടി എടുത്ത് സ്കൂട്ടി. അപ്പോ ഭർത്താവായ ഉസ്താദ് ചോദിക്കും, നീ എന്തെടുത്തു? ഞാൻ 15 വക ഏടെടുത്തു. ഓതാനല്ലേ എനിക്ക് പറഞ്ഞിട്ടുള്ളൂ. എത്ര ആലോചന വന്നത്, അവസാനം കിട്ടിയത് മെയിലാരായിപ്പോയി. ഇത് പറയും, ഇതൊക്കെ പറയും. ഇത് കേട്ടിട്ട് ഉസ്താദ് ഇങ്ങനെ ആഴ്ച ലീവ് കഴിഞ്ഞ് പള്ളിയിലേക്ക് പോകുമ്പോൾ മനസ്സുകൊണ്ട് ചിന്തിക്കും, റബ്ബേ എങ്ങനെ ഒന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കും. എന്നും ഈ വെള്ളമുണ്ടും വെള്ള ജുബയും ഒരു കിറാറായ ചെരുപ്പും ബസ് കാത്ത് നിന്ന്, ഒരു വണ്ടിയൊക്കെ വേണ്ടേ ബസ് കാത്ത് നിന്ന് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത്, ഇതൊക്കെ ഒന്ന് മാറണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെക്രട്ടറിയൊക്കെ നല്ല സെറ്റപ്പിൽ നടക്കുന്നു. ഉസ്താദ് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ഉസ്താദ്, ഞാൻ ചെറിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും മറ്റു കാര്യങ്ങളോട്ടൊക്കെ ഇങ്ങനെ പോവാൻ. ഉസ്താദ് പറയും, ഞാനും കൂടെ ഒന്നും കൂടി ചാടിയാലോ? സെക്രട്ടറി പറയും, വേണ്ട. കാരണം എന്താ? ഉസ്താദ് ചാടിയ ഉള്ള വസ്തു മുഴുവനും ഉസ്താദ് തകടും കൂടും എഴുതി കച്ചവടം നടത്തും. സെക്രട്ടറി വെള്ളത്തിലാവും. അതുകൊണ്ട് ഉസ്താദിനോട് പറയും വേണ്ടാന്ന് പറയും. എന്നാലും ഉസ്താദിന്റെ മനസ്സിലൊരു ആഗ്രഹമല്ലേ, ഒന്ന് ചേർന്നാലോ? ഇന്ന് പള്ളി ജോലി മാത്രം ചെയ്യുന്ന ഉസ്താദുമാര് വളരെ കുറവാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. 3-4 ലക്ഷം രൂപ ഒന്ന് കൊടുത്താൽ ഒരു വസ്തു വെറുതെ കിടക്കല്ലേ, കച്ചവടം നടന്നാലും വല്ല 19,000 കിട്ടി അത്രയാവൂലേ? എന്നാൽ അതിന് മെനക്കെടാത്തവരോ എങ്ങനെയെങ്കിലും ഒരു വിസയുണ്ടാക്കി ഗൾഫിലേക്ക് പോയാൽ, പ്രിയമുള്ളവരെ, ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ ഉസ്താദിന്റെ ഭാര്യയാണെങ്കിലും മനസ്സ് മാറുകയാണ്. ഒന്നാമത്തെ ശമ്പളം വരുമ്പോ ഇന്നലെ വരെ തലമറച്ചിരുന്ന പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഭാര്യക്കൊരു തോന്നല, ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മുടിയൊന്ന് സ്ട്രെയിറ്റ് ചെയ്യണം. സക്കാഫിയുടെ ആണെങ്കിലും ബാക്കവിയുടെ ആണെങ്കിലും അഹ്സനിയുടെ ആണെങ്കിലും
മന്നാനിയുടെ ആണെങ്കിലും തോന്നാൻ വലിയ താമസം വേണ്ട. ലോകത്തൊരുപാട് മനസ്സുകളെ പണം മാറ്റിയിട്ടുണ്ട് മുസ്ലിമേ. ഒരുപാട് പേരുടെ മനസ്സിനെ പണം മാലിന്യമാക്കിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഞാൻ എന്തിനാ നിങ്ങളോട് പറയുന്നത്? നിങ്ങളുടെ വീട്ടുവളപ്പിൽ പോലും, നിങ്ങളുടെ വീട്ടുമുറ്റത്ത് പോലും, നിങ്ങളുടെ നാട്ടിൽ പോലും നൂറുകണക്കായ തെളിവുകളില്ലേ? പണം കൊണ്ട് മനസ്സ് മാറിപ്പോയാ, പദവി കൊണ്ട് മനസ്സ് മാറിപ്പോയാ, പവർ കൊണ്ട് ജീവിതം മാറിപ്പോയാ, ഒരുപാട് ജീവിതങ്ങളെ ഗുണപാഠം ഉൾക്കൊള്ളുന്ന എന്റെ കാസർഗോഡ് ജില്ലയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പണം മാത്രമല്ല കൊടുത്തിട്ടുണ്ട്. അറിവില്ലാത്തവരാണെങ്കിൽ അപകടമാണ്, അപകടമാണ്. അല്ലാഹുവേ, പാവപ്പെട്ട ഉസ്താദുമാരുടെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. 2000-3000 രൂപ ശമ്പളം വാങ്ങിയിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോ കുഞ്ഞുമോന് ക്യാൻസർ ആണെന്നറിഞ്ഞാൽ, പൊന്നുമോൾക്ക് ട്യൂമറാണെന്നറിഞ്ഞാൽ എവിടെ പോകും തമ്പുരാനെ? ഒരു പള്ളിക്കാരൻ 10-20 ലക്ഷം രൂപ കൊടുക്കൂല റഹ്മാനെ. പാവപ്പെട്ട ജോലിക്കാരായ ഈ കസേരകൾ വന്നിരിക്കുന്ന സാധുക്കളായ കൂലിവേലക്കാരുണ്ട് തമ്പുരാനെ, അവിടെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലോ. അപ്പൊ അറിവില്ല, സമ്പത്ത് മാത്രമേ ഉള്ളൂ. അടിച്ചു പൊളിച്ച് പെണ്ണിന് പെണ്ണ്, കള്ളിന് കള്ള്, സുഖിച്ച് ജീവിക്കാൻ കൂട്ടുകാരൊക്കെ സിനിമയ്ക്ക് കൊണ്ടുപോകണതവനാ. ഡിസംബർ 31 രാത്രിയിൽ അവൻ ഫോൺ വിളിച്ചു ചോദിക്കും, എവിടെ നിക്കാടാ ഷംനാദെ, ഷുക്കൂറെ, ഷാനവാസെ, സുബൈറെ? അപ്പൊ അവര് പറയടാ, നമ്മള് കബീർ ഉസ്താദിന്റെ വാതേക്കാൻ പോവാ, അല്ലെങ്കിൽ ഔഷാദ് വാക്കയുടെ വാതേക്കാൻ പോവാ. ഡിസംബർ 31 അല്ലേ, പുതിയ വർഷം വരെ അല്ലേ. ഉടനെ അവൻ പറയടാ, അവിടെ പോയാ കബീർ ഉസ്താദിന്റെ ഔഷാദ് വാക്കവയൊക്കെ നാളെയും വരും, പക്ഷേ റിമി ടോമി ഇന്ന് മാത്രമേ വരുള്ളൂ. സൂപ്പർ ഗാനമേളയാ, ബീച്ചിൽ വന്നാ മതി. ഡിസംബർ 31 12 മണിക്ക് റിമി ടോമിയുടെ ആട്ടം കാണാൻ കൂട്ടുകാർക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കാനും കുപ്പിയെടുക്കാനും ഒന്നാമതായി മുന്നിട്ടിറങ്ങുന്നതാരാ? ആരാ പ്രിയപ്പെട്ടവരെ? വാപ്പ ഹാജിയാരാണ് പള്ളിയിൽ നിന്ന് പുതുവർഷത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ വാപ്പാടെ ബോധമില്ലാത്ത 25 വയസ്സുകാരനായ പൊന്നുമോനില്ലേ, കടപ്പുറത്ത് സയനോരയുടെ റിമി ടോമിയുടെ ശരീരത്തിന്റെ കുലുക്കം കണ്ടിട്ട് നിർത്തി നിക്കക്കള്ളിയില്ലാതെ നൃത്തം ചവിട്ടുന്ന കാലഘട്ടമാണെങ്കിൽ, അറിവില്ലാതെ പണം മാത്രം കിട്ടിപ്പോയാൽ ആ പണം കൊണ്ട് അവന് കിട്ടുന്നത് നരകമാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അറിവില്ലാതെ പണം മാത്രം കിട്ടാൻ പാടില്ല. അറിവിന്റെ കൂടെ പണം കിട്ടിയ രക്ഷപ്പെടും. വിഭാഗം ആരെന്നറിയോ? അറിവില്ല, പണവുമില്ല, പക്ഷേ അവർക്കും അള്ളാഹുവിന്റെ വെറുപ്പുണ്ട്. അതെങ്ങനെയാണ് കിട്ടുക വെറുപ്പ്? അറിവില്ല, പണവുമില്ലെങ്കിൽ പിന്നെ എന്തിനാ പടച്ചോന്റെ വെറുപ്പ്? നിങ്ങളിപ്പോ എല്ലാവരും ചിന്തിക്കൂ, ഉസ്താദേ നമുക്ക് അറിവില്ല, എന്റെ പോക്കറ്റിൽ 10-20 രൂപയേ ഉള്ളൂ, ബക്കറ്റ് നിങ്ങൾ എന്തായാലും എടുക്കുമെന്നറിയാം. പക്ഷെ അത് വാക്കോ വന്നാൽ ആദ്യം പറയണ ബക്കറ്റാന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് എന്തായാലും ബക്കറ്റിൽ 10 രൂപ നമ്മൾ ഇടാറുണ്ട്, ബാക്കി 10 രൂപ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചായ കുടിക്കാനോ വേറെ കാശ് എൻ്റെ കയ്യിലില്ല. പിന്നെ അറിവ്, നിങ്ങളെ പോലെ ഉസ്താദുമാര് പ്രസംഗിക്കുമ്പോൾ വന്നിരുന്ന് കേൾക്കും, കാസറ്റുകൾ വാങ്ങിക്കൊണ്ടുപോയി കേൾക്കും. ഇതല്ലാതെ വേറെ അറിവൊന്നും ഞങ്ങൾക്കില്ല ഉസ്താദെ എന്നു പറയുന്നവർക്ക് അള്ളാന്റെ വെറുപ്പെന്തിനാ? അറിവില്ലെങ്കിലും അവന്റെ മനസ്സിന്റെ ചിന്ത എന്തെന്നറിയോ? പണമുണ്ടായിരുന്നെങ്കിൽ അവനെ പോലെ സിനിമയ്ക്ക് പോകാമായിരുന്നു, പണമുണ്ടായിരുന്നെങ്കിൽ മറ്റവനെ പോലെ കള്ളു കുടിക്കാമായിരുന്നു, പണമുണ്ടായിരുന്നെങ്കിൽ ഡിസംബർ 31 കൂട്ടുകാർക്ക് കുപ്പിയെടുത്തു കൊടുക്കാമായിരുന്നു എന്നു മനസ്സുകൊണ്ടവൻ മോഹിക്കുകയാണ്. അങ്ങനെയുള്ളവനും അള്ളാന്റെ തൃപ്തിയില്ല. ആയിരക്കണക്കാര സഹോദരിമാര് അബ്ദാദ് നഗരന്റെ പ്രഭാഷണം കേൾക്കാൻ വന്നിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയട്ടെ, സഹോദരിമാര് ചിന്തിക്കുകയാ, അല്ലാഹുവേ എനിക്ക് പണമുണ്ടായിരുന്നെങ്കിൽ അപ്പുറത്തെ സുൽവത്തിനെ പോലെ ഞാനും നടക്കുമായിരുന്നു. ക്യൂടെക്സ് പുരട്ടിക്കൊണ്ട്, മുടി സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ട്, അതേ ചുണ്ട് ലിഫ്റ്റിക്ക് പുരട്ടിക്കൊണ്ട്, കാമുകന്മാരെ തോളത്ത് കൈയിട്ടുകൊണ്ട് ഞാനും നടക്കുമായിരുന്നു. കൊതിച്ചു പോകുന്ന പെണ്ണ്, ഈ അവസാനം പറഞ്ഞ 2 വിഭാഗത്തിൽ പെടല്ലേ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാന്റെ പരലോകം, ആ പരലോകത്ത് എല്ലാ കാര്യങ്ങൾക്കും ഒറ്റ ചോദ്യമാണ്. ആയുസ് എന്തിന് ചിലവഴിച്ചു? ആരോഗ്യം എന്തിന് ചിലവഴിച്ചു? യുവത്വം എന്തിന് ചിലവഴിച്ചു? അള്ളാന്റെ റസൂല് പറയുകയാ,
ലാ തസൂലു ഖദമാ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഈൻ. 4 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാറ് ഒരു മനുഷ്യന്റെ കൽഭാരം ചലിപ്പിക്കാൻ കഴിയൂല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു 3 കാര്യങ്ങളോട് ചോദ്യം ഒറ്റ ചോദ്യമാണ്, 4ാമത്തെ കാര്യത്തിൽ മാത്രം 2 ചോദ്യമാണ്. പരലോകത്ത് 4 കാര്യങ്ങളെ കുറിച്ച് മൊത്തത്തിലുള്ള ചോദ്യം. ആ 4 കാര്യങ്ങളിൽ 3 കാര്യങ്ങൾക്ക് ഒരു ചോദ്യമേ ഉള്ളൂ. ആയുസ് എന്തിന് ചിലവഴിച്ചു, യുവത്വം എന്തിന് ചിലവഴിച്ചു, ഇൽമ് എന്തിന് ചിലവഴിച്ചു. 4ാമത്തെ കാര്യത്തിന് മാത്രം 2 ചോദ്യമാണ്. പണം എങ്ങനെ ഉണ്ടാക്കി, എങ്ങനെ ചിലവഴിച്ചു. പണം എങ്ങനെ ചിലവഴിച്ചു എന്ന് മാത്രമല്ല ചോദിക്കുന്നത്, എവിടെ നിന്നുണ്ടാക്കി എന്ന് വരെ ചോദിക്കും. ധനമെങ്ങിനാ നീ അന്ന് സമ്പാദിച്ചതും, അത് ഏത് മാർഗമിലാണ് ചിലവ് നീ ചെയ്തതും. എങ്ങനെയാണ് നീ പണം സമ്പാദിച്ചത്, എങ്ങനെയാണ് ചിലവഴിച്ചത്? ഈ 2 ചോദ്യം ചോദിക്കുമെങ്കിൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഈ ശബ്ദം ശ്രവിക്കുന്ന നമ്മളെല്ലാവരും നമ്മുടെ പോക്കറ്റിൽ എത്ര രൂപയുണ്ടെന്നൊന്ന് തീരുമാനിക്കുക. ഇപ്പോ ബക്കറ്റ് എടുക്കാനല്ല, പിരിക്കാനല്ല. നിങ്ങൾ ആലോചിച്ചോ, 1000 ഉണ്ടെങ്കിൽ 1000, 5000 ഉണ്ടെങ്കിൽ 5000, 10000 ഉണ്ടെങ്കിൽ 10000, ചെക്കാണെങ്കിൽ അത്, ATM ആണെങ്കിൽ അതിൽ എത്ര രൂപ ATM അക്കൗണ്ടിൽ ഉണ്ടാവും എന്ന് ചിന്തിക്കാം. ചിന്തിച്ചല്ലോ എല്ലാവരും? അന്തം വിട്ടിരിക്കല്ലേ? ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞത്. ആലോചിച്ച് നോക്കാൻ, ഞാൻ എൻ്റെ പോക്കറ്റിലുള്ള കാശിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുകയാണ്. എത്ര രൂപ ഉണ്ട് പഠിച്ചത്? നിങ്ങളും അങ്ങനെ ചിന്തിക്കണം. സഹോദരിമാര് മോതിരം, വള, കമ്മല്, മാല, പിന്നെ ചെറിയൊരു പേഴ്സ് ഉണ്ടാവുമല്ലോ. പേഴ്സിൽ പല അറകളും ഉണ്ട്. എല്ലാ അറയും കൂടെ തുറന്നാൽ മദീനയും മക്കയും വിലയ്ക്ക് വാങ്ങാനുള്ള കാശുണ്ടാവും. എന്നാലും തുറക്കത്തില്ല, പോട്ടെ. ആ കാശെല്ലാം കൂടി നമ്മുടെ കയ്യിലുണ്ട്. ഇത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഇതെവിടെ നിന്നാണ് കിട്ടിയത് എന്നൊന്ന് ചിന്തിച്ചു നോക്കി. അള്ളാഹു എൻ്റെ കയ്യിലിരിക്കുന്ന കാശ് 1000 രൂപയുണ്ട്, 2000 രൂപയുണ്ട്, 5000 രൂപയുണ്ട്. ഇത് എവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത്? പടച്ചവരെ, എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കി. എവിടെ നിന്നാ കിട്ടിയതെന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ആലോചിച്ച് നോക്കണം, എവിടെ നിന്നാണ് കിട്ടിയത്? പടച്ചവരെ, നിങ്ങൾ അങ്ങനെ ആലോചിച്ച് നോക്കി, എവിടെ നിന്നാണ് കിട്ടിയത്? ചില ആൾക്കാർ ഇപ്പൊ ചിന്തിക്കുമ്പോൾ ചിരി വരും. അള്ളാഹുവേ, എത്ര പേരെ പറ്റിച്ചും വലിപ്പിച്ചുമാണ് റബ്ബേ ഞാൻ ഈ കാശ് പോക്കറ്റ് വെച്ചിരിക്കുന്നത്. എത്ര പേരെ. ഒരു സ്ഥലത്ത് ബേക്കറി ഉദ്ഘാടനം തരുമ്പോൾ ബേക്കറിയുടെ പേര് അബ്ദുൽ മലിക്കുൽ ഗഫൂർ എന്നാണ്. രുചി ബേക്കറി, തണൽ ബേക്കറി എന്ന് കേട്ടിട്ടുണ്ട്. അബ്ദുൽ മലിക്കുൽ ഗഫൂർ. എന്താ പേരിടാൻ കാരണം എന്ന് ചോദിച്ചപ്പോ വാപ്പാടെ പേര് ചോദിച്ചപ്പോ വാപ്പാടെ പേരില്ല. വാപ്പാടെ പേരിട്ട ബേക്കറിയൊക്കെ നിന്ന് കത്തു സാറേ, അത്രയ്ക്ക് മണക്കത്താ. പിന്നെ ഇത് ആരെ പേര്? ഇത് ദുബായിലുള്ള എൻ്റെ അറബിയുടെ പേരാ. ആ പേരിടാൻ കാരണം അറബിയെ വലിപ്പിച്ചുകൊണ്ടാണ് ഞാനിത് തുടങ്ങിയതെന്ന. അപ്പൊ ഇതാണ് എങ്ങനെ ഉണ്ടാക്കി എന്ന് ചിന്തിച്ചു നോക്കിയാൽ അല്ലാഹു നാളെ ചോദിക്കും, എവിടെ നിന്നാ പണമുണ്ടാക്കിയത്? ചോദിക്കും, പെങ്ങളെ ചോദിക്കും. ദുബായിലും അബുദാബിയിലും മസ്കറ്റിലും ഖത്തറിലും സൗദി അറേബ്യയിലും എല്ലാം പോയി ഏതെങ്കിലും ഒരു സാധുവാന അറബിയാണ് കയ്യിൽ കെട്ടിയതെങ്കിൽ അവനെ അടിച്ച് വശത്താക്കിയിട്ട് അവന്റെ ഉള്ളതല്ല ഊറ്റിയെടുത്തുകൊണ്ട് വന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഷാർജ ബേക്കറി തുടങ്ങുന്ന, നാട്ടിൽ വന്ന് മസ്കറ്റ് ഹോട്ടൽ തുടങ്ങുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, മിന്നൈന ഇക്തസബാ, എവിടെ നിന്നാണ് നീ പണമുണ്ടാക്കിയതെന്ന് അല്ലാഹു ചോദിക്കുന്നതാ. മറുപടി കൊടുക്കാൻ കഴിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ? കഴിയണം. പട്ടിണി കിടന്നാലും ഹറാമാറ പണം നമുക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ. പട്ടിണി കിടന്ന് ഭക്ഷണം കഴിക്കാതെ മരിച്ചുപോയാലും മറ്റുള്ളവരെ വഞ്ചിക്കുന്ന, മറ്റുള്ളവരെ പറ്റിക്കുന്ന കാശ് നമുക്ക് വേണ്ട. ബഹുമാനപ്പെട്ട അബൂ ദുജാനാ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സമക്ഷത്തിൽ നിന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഓടുകയാണ്. അള്ളാന്റെ റസൂൽ ചോദിക്കുന്നു, അബൂ ദുജാനാ, എവിടേക്കാണ് അബൂ ദുജാനാ ധൃതി വെച്ചു പോകുന്നത്? പ്രഭാതമാണല്ലോ, കണ്ണീരോടെ ദുആ ചെയ്യാനുള്ള സമയമുണ്ടല്ലോ, എന്തിനാണ് ഓടുന്നതെന്ന് ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് അബൂ ദുജാന പറയുന്നു, നബിയേ, എനിക്ക് 2 മക്കളാ നബിയേ,
ഞാൻ ജോലിക്ക് പോയിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് വന്നിട്ട് വേണം എന്റെ മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ നബിയേ. കുറച്ച് ദിവസമായിട്ട് ജോലിക്ക് പോകുന്നില്ല, സുഖമില്ലാത്തത് കൊണ്ട് ജോലിക്ക് പോകാതെ എന്റെ കുടുംബം പട്ടിണിയിലാണ് നബിയേ. കാസർഗോഡ് ഹദ്ദാദ് നഗറിന്റെ പരിസരത്ത് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ടോ? ഭർത്താവ് ജോലിക്ക് പോകാതെ പട്ടിണി കിടക്കണ്ടെന്ന ഗതികേട് വന്നിട്ടുണ്ടോ? ഉപ്പ പൈസ തരാറ് പട്ടിണി കിടക്കണ്ടെന്ന ഗതികേട് നമ്മുടെ മക്കൾക്ക് വന്നിട്ടുണ്ടോ? അള്ളാഹു നമ്മെ വിശപ്പിനെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ. പട്ടിണിയും പരിവട്ടവും കൊണ്ട് കഷ്ടപ്പെടുന്ന മോശമായ അവസ്ഥയെ തൊട്ട് പടച്ചോ നമുക്ക് ആഫിയത്ത് തരട്ടെ. അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറയുന്ന നബിയേ, എന്റെ മക്കള് 3 ദിവസമായി പട്ടിണിയാണ്. അവർക്ക് കഴിക്കാനൊന്നുമില്ല, അവർക്ക് കുടിക്കാനൊന്നുമില്ല റസൂലേ. അതുകൊണ്ട് ഇന്നലെ ഞാൻ സുബഹി നിസ്കാരം കഴിഞ്ഞ് അങ്ങയുടെ കൂടെ നസീഹത്ത് കേട്ട് അങ്ങയുടെ കൂടെ ദിക്ർ ചൊല്ലിയിട്ട് പള്ളിക്കകത്ത് സമയം ചെലവഴിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോ എൻ്റെ വീട്ടിൻ്റെ അകത്തുള്ള പ്രിയപ്പെട്ട 2 മക്കള് അല്ലാഹുവിന്റെ റസൂലേ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് വിശപ്പ് സഹിക്കാനാകാതെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് അപ്പുറത്ത് താമസിക്കുന്ന ജൂതനാര മനുഷ്യന്റെ ആ മനോഹരമായ ഫലവർഗങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്ന പഴുത്ത കായികനികളില്ലേ നബിയേ, അതെന്റെ അരുമ മക്കള് എടുത്ത് കഴിക്കുന്നത് ഞാൻ കണ്ടു നബിയേ. എന്റെ മക്കളാ ഭക്ഷണം കഴിച്ചു പോയാ അത് ഹറാമല്ലേ നബിയേ, അത് ഹറാമല്ലേ റസൂലേ. അതുകൊണ്ട് എന്റെ മക്കളുടെ വയറ്റിൽ ത്തേക്ക് ഭക്ഷണം ഇറങ്ങി പോകാതിരിക്കാൻ എന്റെ കൈ കൊണ്ട് ഞാൻ മക്കളുടെ വാക്യകത്തേക്ക് കൈയിട്ട് നബിയേ. 3 ദിവസമായി പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട മക്കൾക്ക് സന്തോഷത്തോടെ ഒരു കായ കിട്ടിയപ്പോ, ഒരു പഴം കിട്ടിയപ്പോ അവര് കഴിച്ചതാണ് നബിയേ. പക്ഷേ ഞാൻ അനുവാദം കൊടുക്കാറ് അവിടെ വയറ്റിന്റെ അകത്തേക്ക് പോയ ഭക്ഷണം പോലും പുറത്തു ഛർദിപ്പിച്ച് കളഞ്ഞ് നബിയേ. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന അള്ളാന്റെ റസൂലേ, ഇന്നലത്തെ പോലെ എൻ്റെ പ്രിയപ്പെട്ട മക്കള് ഇന്നും ഇഴഞ്ഞു പോയി ആ പൊരുത്തമില്ലാത്ത ഭക്ഷണം എടുത്ത് കഴിക്കുമെന്ന് പറഞ്ഞപ്പോ അബൂ ദുജാനയുടെ കണ്ണീരിന്റെ വില ഈ സമുദായത്തിനറിയുമോ? ആരെ പറ്റിച്ചാലും മക്കളുടെ വയറ് വളർത്താ, ആരെ വഞ്ചിച്ചാലും വീട് വളർത്താ, ആരെ കഷ്ടപ്പെടുത്തിയാലും കുടുംബം പോറ്റാ പരിശ്രമിക്കുന്ന മുസ്ലിമേ, മിൻ ഐന ഇക്തസബ, എവിടെ നിന്ന് പണമുണ്ടാക്കിയെന്ന് അല്ലാഹു ചോദിക്കും മോനെ. ചെറിയ ചെറിയ കച്ചവടം നടത്തുന്നവരുണ്ട്, ലോഡിംഗ് തൊഴിലാളികളുണ്ട്, യൂണിയനുകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, ചുമട്ടു തൊഴിലാളികളുണ്ട്. കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയാൽ അതിനൊരു ബറക്കത്താണ്. മുമ്പൊരു അച്ഛൻ 8 വയസ്സുകാരനായ തന്റെ മകനോട് പറഞ്ഞു, 8 വയസ്സുകാരനായ മകനോട് പറഞ്ഞു, എല്ലാ ദിവസവും 1 രൂപയുടെ നാണയത്തൊട്ടി എനിക്ക് കൊണ്ട് തന്നല്ലാതെ നിനക്കിനി ഈ വീട്ടിൽ നിന്ന് ഭക്ഷണവും തരൂല, രാത്രി നിന്നെ ഇവിടെ ഉറക്കുകയുമില്ല എന്ന് പറഞ്ഞു. ഇന്നുള്ള മക്കളോട് അങ്ങനെ പറയരുത്. അവരോട് മാതാപിതാക്കൾ അനുവാദം കൊടുത്താൽ ആ സെക്കൻഡിൽ തന്നെ അവർ പോകും. കാപ്പി കൊടുക്കലൊക്കെ വേണോ ഇത്രയും തിരക്കിനിടയിൽ? പുറത്തുനിന്നാണോ? അല്ല, പുറത്തുനിന്നാണെങ്കിലും ഇത്രയും തിരക്കിനിടയിൽ കൊണ്ടു കൊടുക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അടുത്ത പ്രദേശത്തുള്ള യുവാക്കൾ ചെയ്തതാ ഈ ഇതൊക്കെ. എന്ത് ചെയ്യും ഇപ്പൊ? ജനങ്ങൾ ഇത്രയും പേരെ എവിടെ ഇരുത്തും? ഇൻഷാ അല്ലാഹ് ആരും നിരാശപ്പെടേണ്ട. ഒരു 1.5 മാസം കൂടി കഴിഞ്ഞാൽ പഴയ ശബ്ദത്തിലേക്ക് ഇൻഷാ അല്ലാഹ് മടങ്ങി വരും. അപ്പൊ നമുക്ക് കാര്യമായി നമ്മുടെ വാഹനങ്ങളൊക്കെ സംഘാടകർ പറയുന്ന സ്ഥലത്ത് മാറ്റി പാർക്ക് നിർബന്ധമായും അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കണം, ഇല്ലെങ്കിൽ വിഷമമാണ്. ഇനി അടുക്കൂല, എല്ലാം അടുത്തല്ലേ കിടക്കുന്നേ. കുറച്ചുകൂടി ഒന്നുകൂടെ അടുപ്പിച്ച് നോക്കിയേ, നോക്കട്ടെ പറ്റുമോ? ഞെരിങ്ങിയാണ് കിടക്കുന്നത്. മാക്സിമം പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തോ, പക്ഷെ ഫ്രണ്ട് മാത്രം നീങ്ങരുത്. നീങ്ങിയാലും മൊത്തം നീങ്ങണം, എങ്കിലേ ഏറ്റവും പുറകിലുള്ളവർക്ക് ഉപയോഗപ്പെടും. ഇപ്പൊ സുഖമായല്ലോ, കൈ വെച്ചിട്ട് നല്ല വിശാലമായിട്ട്.
ആ ബെഞ്ചൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മദ്രസയുടെ ബെഞ്ചൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും എല്ലാവരും പൊരുത്തപ്പെട്ട് ഉള്ള സൗകര്യത്തിൽ എല്ലാവരും സഹകരിക്കുക. കാരുണ്യവാനായ തമ്പുരാൻ ഈ സദസ്സിന്റെ പോരുഷയും ബറക്കത്തും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ദുആഇന് അല്ലാഹു ഉത്തരം തരുമാറാകട്ടെ. വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒരുപാട് നേരം നീട്ടി പറയാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലാന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഒരു 1.25 മണിക്കൂറോടെ വരെ എത്തിയാൽ രക്ഷപ്പെട്ടു എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക. കാരണം ശാരീരികമായ അസ്വസ്ഥതയുള്ളതുകൊണ്ട്. എങ്കിലും വാതിലൊന്നും കുറവൊന്നും വരില്ല. എല്ലാവരും കടന്നിരിക്കും. ഉള്ള സൗകര്യത്തിൽ നീങ്ങി വരുമ്പോൾ മൊത്തത്തിൽ നീങ്ങണം. ഏറ്റവും പുറകിൽ നിന്ന് അങ്ങനെ നീങ്ങട്ടെ, എങ്കിലേ ഉപയോഗം ഉണ്ടാവും. സീറ്റ് കിട്ടാതെ വന്നാൽ പുറകിൽ കുറച്ച് നിന്ന് പോയാലും പ്രശ്നമില്ല. അങ്ങനെയും കേൾക്കാലോ. റോഡിൽ ദയവ് ചെയ്ത് ആരും നിൽക്കാതിരിക്കുക. കാരണം നമുക്ക് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല ആവശ്യത്തിന് പോകുന്നവരുണ്ടാവും. നമ്മളായിട്ടൊരു തടസ്സം ആർക്കും ഉണ്ടാക്കി കൊടുക്കരുത്. അപ്പോ മകൻ വഷളായി വളരുന്നത് കണ്ട അച്ഛൻ പറഞ്ഞു, എല്ലാ ദിവസവും 1 രൂപയുടെ നാണയത്തൊട്ട് കൊണ്ട് തന്നെങ്കിലേ ഈ വീട്ടിൻ്റെ അകത്ത് എനിക്ക് കിടക്കാനും പറ്റുള്ളൂ, ഭക്ഷണം കഴിക്കാനും പറ്റുള്ളൂ. മകൻ സമ്മതിച്ചു. 1ാമത്തെ ദിവസം അച്ചാച്ചന്റെ അടുത്ത് പോയി പാക്കും പറ്റിയൊക്കെ ഇടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അച്ചാച്ച 1 രൂപ എനിക്ക് തരണം. 1 രൂപയല്ലേ ഉള്ളൂ. അച്ചാച്ചൻ 1 രൂപ കൊടുത്തു. ആ 1 രൂപയും കൊണ്ട് അവർ നേരെ വീട്ടിലേക്ക് ചെന്നു. വൈകുന്നേരമായി അച്ഛന്റെ കയ്യിലേക്ക് ആ 1 രൂപ കൊടുത്തു. അച്ഛൻ പറഞ്ഞു, ആ 1 രൂപ കിണറ്റിൽ കൊണ്ടുപോയി ഇടാൻ പറഞ്ഞു. അങ്ങനെ ആ 1 രൂപ പൊന്നുമകൻ കിണറ്റിൽ കൊണ്ടുപോയിട്ടു. അച്ഛൻ ചോദിച്ചു, ഇതെന്തിനാണ് കിണറ്റിലിട്ടെന്നറിയോ? മോൻ പറഞ്ഞു, അറിയില്ല. അച്ഛൻ പറഞ്ഞു, കുറച്ചു നാൾ കഴിയുമ്പോ ഈ കാശിങ്ങനെ വൃക്ഷമായി പൊടിച്ച് തടച്ച് വളർന്ന് അതിൽ നിന്ന് കാശിങ്ങനെ നമുക്ക് പറിച്ചെടുക്കാമെന്ന് പറഞ്ഞു. 2ാമത്തെ ദിവസം 1 രൂപ കൊടുക്കണമല്ലോ. അമ്മാമ്മയുടെ അടുത്ത് പോയി. അങ്ങനെ ഓരോ ദിവസം കുടുംബത്തിൽപ്പെട്ട ബന്ധുക്കളുടെ അടുത്ത് പോയി 1 രൂപ വാങ്ങി 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 അച്ഛന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. ദിവസം ഒരുപാട് കഴിഞ്ഞു. അവസാനം അച്ചാച്ചനും അപ്പാപ്പനും ആരും കാശ് കൊടുക്കാതായി. വൈകുന്നേരം വീട്ടിലേക്ക് ചെല്ലണമെങ്കിൽ 1 രൂപ അച്ഛന്റെ കയ്യിൽ കൊടുത്തേ പറ്റുള്ളൂ. ഇനി എന്താണ് പോംവഴി? അവസാനം അയാൾ റെയിൽവേ സ്റ്റേഷന്റെ അരികിൽ പോയി ആ പാവപ്പെട്ട മകൻ കരഞ്ഞുകൊണ്ടിരുന്നു. ട്രെയിനിൽ വന്നിറങ്ങുന്നവരോട് ചോദിച്ചു, എനിക്ക് 1 രൂപ തരുമോ? അവര് പറഞ്ഞു, ഞങ്ങളുടെ ഈ സാധനം ചുമന്ന് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് തന്നാ നിനക്ക് കാശ് തരാം. അങ്ങനെ 8 വയസ്സുകാരന്റെ തലയിൽ പെട്ടിയും കെട്ടും ചുമന്നുകൊണ്ട് ആ മുതലാളിയുടെ വീട്ടുപടിക്കൽ കൊണ്ട് വെച്ചു കൊടുത്തപ്പോൾ അയാൾ 1 രൂപ കൊടുത്തു. ആ 1 രൂപയും കൊണ്ട് ഓടി വരികയാണ്. അച്ഛന്റെ അടുത്ത് വന്നിട്ട് കയ്യിലേക്ക് ആ 1 രൂപ വെച്ചു കൊടുത്തപ്പോ അച്ഛൻ പറഞ്ഞു, ഇന്നലെ വരെ നിന്നോട് പറഞ്ഞതുപോലെ തന്നെ ഇന്നും ഞാൻ പറയുന്നു, ആ 1 രൂപ കിണറ്റിൽ കൊണ്ടുപോയി ഇടുക. ആ മകൻ 1 രൂപ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ അച്ഛൻ എനിക്കിനി ഭക്ഷണം തന്നില്ലെങ്കിലും വീട്ടിന്റെ അകത്ത് കയറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ 1 രൂപ ഞാൻ കിണറ്റിന്റെ അകത്ത് കൊണ്ടിടുകയില്ല. അച്ഛൻ ചോദിച്ചു, അതെന്താ? ഇന്നലെ വരെ നീ ഞാൻ പറഞ്ഞ കാശ് കൊണ്ടിട്ടല്ലോ, ഇത് മാത്രം കൊണ്ടിടാത്തതെന്താ? അവൻ പറഞ്ഞു, ഇന്നലെ വരെ എനിക്ക് കിട്ടിയ 1 രൂപ കഷ്ടപ്പെടാത്ത കാശാ. അച്ചാച്ചന്റെ കയ്യിൽ നിന്നും അപ്പൂപ്പന്റെ കയ്യിൽ നിന്നും അമ്മുമ്മയുടെ കയ്യിൽ നിന്നും ഇരുന്ന് കാശാ. പക്ഷെ ഇന്ന് എന്റെ കയ്യിലിരിക്കുന്ന കാശ് ഞാൻ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കിയിട്ടുണ്ടാക്കിയ കാശാ. അതുകൊണ്ട് ആ കാശ് ഞാൻ പാഴാക്കൂല എന്ന് 8 വയസ്സുകാരൻ പോലും പറഞ്ഞു പോരെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഹദ്ദാദ് നഗർ പഠിച്ചുകൂടിയ ആയിരക്കണക്കാരെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയെങ്കിൽ ആ കാശ് കൊണ്ട് സിനിമയ്ക്ക് പോകൂല, ആ കാശ് കൊണ്ട് കള്ളുകുപ്പിയെടുക്കൂല, ആ കാശ് കൊണ്ട് കൂത്താട്ടം നടത്തൂല. കഷ്ടപ്പെടാതെ ഉപ്പാന്റെയും ഉമ്മാന്റെയും കയ്യിൽ നിന്ന് ഖജനാവിൽ നിന്ന് അവന് കാശുണ്ടാക്കുന്നത് കൊണ്ടാ, കഷ്ടപ്പാടും സങ്കടവും അറിയാതെ പണമുണ്ടാക്കിയത് കൊണ്ടാ, വിഷമവും പ്രയാസവും അറിയാതെ പണമുണ്ടാക്കിയത് കൊണ്ടാ. എന്റെ സഹോദരങ്ങൾ ആർഭാടത്തിന് വേണ്ടി ആനന്ദത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നത് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, എവിടെ നിന്നാണ് പണം സമ്പാദിച്ചതെന്ന് അല്ലാഹു ചോദിക്കുമ്പോ വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ട് ഹലാലായ രീതിയിലൂടെയാണ് ഞാൻ പണം സമ്പാദിച്ചതെന്ന് പടച്ചവരോട് പറയാനുള്ള മനസ്സ് ഈ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണം. അള്ളാഹിനോട് ധൈര്യത്തോടു കൂടി പറയാൻ, അല്ലാഹുവേ നീ തന്ന പൊരുത്തത്തോടുകൂടി തന്ന തൃപ്തിയോടുകൂടി തന്ന ചെറിയ ജോലി, ആ ജോലി കൊണ്ട് ആർത്തിയില്ലാതെ ആഡംബരമില്ലാതെ കഷ്ടപ്പെട്ട് ഞാൻ സമ്പാദിച്ച പണമാണ്. ഏറ്റവും എളുപ്പത്തിൽ പണമുണ്ടാക്കലാണ് എല്ലാവർക്കും ഇന്ന് ജോലി. അതിൽപ്പെട്ടതാണ് ചങ്ങല ബിസിനസ്സുകൾ. അതിന് മണി ചെയിൻ അങ്ങനെ ഒരു പേരുണ്ട്. കാസർഗോഡ് ജില്ലയിൽ അതിന്റെ പേരെന്തെന്ന് എനിക്കറിയില്ല. ഉഷാർ ബാക്കവിയോട് വന്നിട്ട് പറയും, ഉസ്താദേ കുറച്ചു കാലം കഴിഞ്ഞ് തൊണ്ടയൊക്കെ അടച്ച് പള്ളിയിലും ജുമയ്ക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമൊക്കെ വന്ന് സ്നേഹിച്ചവരും ഇഷ്ടപ്പെട്ടവരും ഒക്കെ ഫോൺ വരെ വിളിക്കാത്ത ഒരു സാഹചര്യം വരുമ്പോഴേ നിങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞാൻ പറയും ജീവിക്കണം. അതിന് എൻ്റെ ഒരു ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുത്താൽ മതി. ഞാൻ പറയും എന്ത് ക്ലാസ്സാ? ഓഡിറ്റോറിയത്തിൽ 2 മണിക്കൂർ ക്ലാസ് ഉണ്ട്. അള്ളാഹനെ ചെന്നിരുന്ന് കൊടുക്കരുത്. ഇരുന്നു പോയാൽ മായാജാലക്കാരന്റെ മാന്ത്രികം പോലെ പോകുന്നവർ മുഴുവനും ആ മണി ചെയിനിൽ പങ്കു ചേർന്നിട്ടേ മടങ്ങി വരികയുള്ളൂ. അങ്ങനെ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സങ്കടം തോന്നിയിട്ട് കാര്യമില്ല. പറയേണ്ടത് പറയാതിരിക്കാൻ നിവർത്തിയില്ല, അതുകൊണ്ട് പറയുന്നതാ. ആദ്യം 15,000 രൂപ വെച്ച് 3 മാസം അടയ്ക്കുക. എത്രയായപ്പോ? എന്നിട്ട് 3 വർഷം വരെ കാത്തിരിക്കുക. 3 വർഷം കഴിഞ്ഞാൽ പിന്നെ മരിക്കുന്നത് വരെ എല്ലാ മാസവും നിങ്ങളുടെ വീടിന്റെ മുമ്പേ 50,000-ന്റെ ചെക്ക് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കിപ്പോ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന കേൾക്കുമ്പോ വീട്ടിന്റെ അകത്തിരിക്കുന്ന സഹോദരിമാരുടെ മനസ്സ് മയങ്ങിപ്പോകും. പാവപ്പെട്ട ഭർത്താവിനോട് പറയും, ഇക്കാ കാശുണ്ടാക്കണ്ടേ, വീട് വെക്കണ്ടേ, സൈനബാടെ വീട് പോലെ വലിയ വീട് വെക്കണ്ടേ, ശുക്കൂർ എടുത്ത വണ്ടി പോലെ വലിയ വണ്ടി എടുക്കണ്ടേ. അതുകൊണ്ട് നോക്കണ്ട, ഉസ്താദ് പറഞ്ഞത് ഹറാമാണെന്നാണ്. എടി ഉസ്താദ് പറഞ്ഞത് ഹറാമാണെന്നാ. ഉടനെ ഈ പെണ്ണ് പറയും, മൊയ്ലിയാരതൊക്കെ പറയും, മുസ്ലിയാരതൊക്കെ പറയും, ഇത് ഹറാമാണെന്ന് പറഞ്ഞ് മാറ്റിവെച്ചാൽ നമുക്ക് ജീവിക്കണ്ടേ? മൊയ്ലിയാര് വന്ന് വീട് വെച്ച് തരോ? മുസ്ലിയാര് മക്കളൊക്കെ ചെലവ് കൊടുക്കോ? അതുകൊണ്ട് ഇതിൽ നിങ്ങൾ ചേരണം എന്ന് പറഞ്ഞുകൊണ്ട് ഹറാമായ പൈസയുടെ പങ്കുചേരൽ ഈ സമുദായം ഇന്ന് കണ്ടെത്തിയിരിക്കുകയാ. അതുപോലെ ഒരു നുള്ളു കഞ്ചാവിന്റെ വില കാസർഗോഡ് ജില്ലയുടെ ചെറുപ്പക്കാരാ നിങ്ങൾക്കറിയുമോ? 1 പവന് സ്വർണത്തിന്റെ വിലയാ. 1 പവന് സ്വർണത്തിന് കൊടുക്കുന്ന വിലയാണ് 1 നുള്ളു കഞ്ചാവിന്റെ വിലയെങ്കിൽ 1 പവന് സ്വർണത്തിന് വേണ്ടിയിട്ട് പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണത്തിന് കഴുത്തിലണിഞ്ഞു കൊടുക്കാൻ, ഒരു മാലയ്ക്ക് വേണ്ടി, ഒരു വളയ്ക്ക് വേണ്ടി, ഒരു കമ്മലിന് വേണ്ടി, ഒരു സ്വർണത്തിന്റെ മുത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹദ്ദാദ് നഗറിലുള്ള പാവപ്പെട്ടവരുടെ കാല് പിടിക്കുമ്പോ കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നവരെ, നമ്മുടെ മക്കളോ ക്യാമ്പസിന്റെ അകത്തളങ്ങളിൽ കള്ളക്കച്ചവടം നടത്തുന്ന കഞ്ചാവ് കച്ചവടത്തിന്റെ 1 നുള്ളു കഞ്ചാവിന്റെ വില 1 പവന് സ്വർണത്തിന്റെ വിലയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, ലക്ഷക്കണക്കിന് രൂപയ്ക്ക് കുടിച്ചു കൂത്താടുന്ന, ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ശരീരത്തെ നശിപ്പിക്കുന്ന മാരകമായ വിഷം കഴിക്കുന്ന സമുദായത്തിന്റെ ചെറുപ്പക്കാർ ചിന്തിച്ചോ മോനെ, കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയാൽ ഇതിന് പവറുണ്ട്, കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയാൽ ഇതിന് പവറുണ്ട്, കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി പണമുണ്ടാക്കിയവർ പാവപ്പെട്ട യത്തീം കുട്ടിക്കാണെന്ന് പറഞ്ഞ് ഒരു 15 രൂപ, ഒരു 50 രൂപ ഹദ്ദാദ് നഗറിലെ സംഘാടകരുടെ കയ്യിൽ കൊടുത്താൽ പട്ടിണി കിടക്കുന്ന, ഓലപ്പുര ചോർന്നൊലിക്കുന്ന, ഓലപ്പുരക്കകത്ത് കഴിയുന്ന ഹദ്ദാദ് നഗറിലെ പാവപ്പെട്ട ഉമ്മയില്ലേ, ആ ഉമ്മയതാ ഒരു 50 രൂപ കൊണ്ടുവന്നിട്ട് സ്ത്രീകളുടെ ഭാഗത്തിരിക്കുന്ന സംഘാടകരുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്ന, മക്കളെ 50,000 കൊടുക്കണമെന്ന് കൊതിയുണ്ട്, പക്ഷേ ഉമ്മച്ച് പട്ടിണിയാണ്, ഉമ്മാടെ മക്കളൊക്കെ രോഗിയാണ്, അതുകൊണ്ട് 7 പെൺമക്കളെ കെട്ടിക്കുന്നോ ഈ 50 രൂപ ഉമ്മാടെ സ്വതക്കയായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൊരുത്തമുള്ള 50 രൂപയുടെ ബറക്കത്ത് പറഞ്ഞറിയിക്കാ കഴിയില്ല പ്രിയപ്പെട്ടവരെ. ഒരിക്കലും അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല.
അതുകൊണ്ട് സമ്പാദിക്കുന്നത് നമ്മൾ എന്തിൽ നിന്ന് സമ്പാദിക്കുക? ഹലാലായ രീതിയിൽ നിന്ന് സമ്പാദിച്ചാൽ നമുക്ക് ഒരുപാട് നേട്ടമാണ്. ഇനി ഇരിക്കാൻ സ്ഥലമില്ലെങ്കിൽ ആ സൈഡ് വഴി വന്നാലും മദ്രസയുടെ മുകളിലിരിക്കും. അങ്ങനെ കുറച്ചുപിടിക്കണം പകുതി. മദ്രസയുടെ മുകൾ ഭാഗത്ത് ഇരിക്കാൻ സൗകര്യമുണ്ട്. ബുദ്ധിമുട്ടില്ലെങ്കിൽ, ബുദ്ധിമുട്ടില്ല, സുഖമല്ലേ, ബാൽക്കണിയല്ലേ, സുഖമായിട്ട് അവിടെ ഇരിക്കാം. KL 60B33 ഇന്നോവ കാറ് ഒന്ന് മാറ്റി പാർക്ക് ചെയ്ത് കൊടുക്കണം. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നേ നടക്കൂല ഇത്. എല്ലാവരും ദ്വാരക്കണം എൻ്റെ ശബ്ദത്തിന് വേണ്ടി. അത് പറയാനായിട്ടന്ന് വന്നേ, പ്രസംഗിക്കാൻ വന്നതല്ല. നിങ്ങൾ ഇത്രയും ജനങ്ങളെ കൊണ്ട് നാളെ കൊല്ലമ്പാടി, മറ്റന്നാൾ കൊല്ലമ്പാടിയിലെ സദസ്സിലുള്ള ജനങ്ങളെ കൊണ്ടും ദ്വാ ചെയ്യിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നത്. ഇത്രയും ജനങ്ങൾ വരുമെന്ന് എനിക്ക് എന്തായാലും അറിയാം. അവരൊക്കെ മനസ്സറിഞ്ഞ് ദ്വാ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ അടുത്തൊരു സംഭവം, സുബ്ഹാനല്ലാഹ്, ഞാൻ തൊണ്ട അടച്ച് ജുമാ പ്രസംഗവും അവരിവിടെ സംഘാടകരുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന സംഘാടകരുടെ ഉണ്ടെങ്കിൽ വാത് കഴിഞ്ഞ് എന്നെ കണ്ടിട്ടേ പോകാം.